ഹായ് എവരിവൺ. ആപ്പിൾ സ്റ്റഡിംഗ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. എച്ച് പരീക്ഷ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷ്ണഗാഥയെ മുൻനിർത്തിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ കൃഷ്ണഗാഥയുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മെ കുഴപ്പിക്കുന്നത് എന്താണ്? കൃഷ്ണഗാഥ എന്ന കൃതിയെ മുൻനിർത്തിക്കൊണ്ട് വന്നിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങളാണ്. അപ്പൊ മുൻകാല ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അങ്ങനെ ഒരു സെക്ഷന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട പണ്ഡിതാഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷ്ണഗാഥ എന്ന കൃതിയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട എക്സാം ഓറിയന്റഡ് ആയിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതാഭിപ്രായങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കൃഷ്ണഗാഥയെ കുറിച്ചിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. കാവ്യാദർശത്തിൽ ദണ്ഡി നൽകുന്ന മഹാകാവ്യ ലക്ഷണം ഒപ്പിച്ചെഴുതപ്പെട്ട ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ എ ടി പത്മനാഭൻ ഉണ്ണി, ഓപ്ഷൻ ബി ഉള്ളൂർ, ഓപ്ഷൻ സി എം ലീലാവതി, ഓപ്ഷൻ ഡി പി കെ നാരായണപിള്ള. അപ്പൊ ഈ 4 പേരും കൃഷ്ണഗാഥയെ പറ്റിയിട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിലെ നമുക്ക് ചോദിച്ചിരിക്കുന്ന രീതിയിലെ കൃഷ്ണഗാഥ, അതായത് കാവ്യാദർശത്തിൽ ദണ്ഡി നൽകുന്ന മഹാകാവ്യ ലക്ഷണം ഒപ്പിച്ചെഴുതപ്പെട്ട ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് ഉത്തരം കിട്ടുന്ന കാര്യമാണ് ഇത്തരത്തിലെ ഓരോ കൃതിയെ കുറിച്ചിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ. പലപ്പോഴും നമ്മളെ എല്ലാവരെയും കുഴക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കായി തന്നെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് ആയി തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരവും ശരിയായിട്ടുള്ള ഉത്തരവും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ഉത്തരം അറിയുന്നവരും ഗസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങളുടെ നോട്ടിന്റെ സൈഡിൽ ഏത് ഓപ്ഷൻ ആണ് എന്നുള്ളതൊന്ന് എഴുതിയെടുക്കുക. ചോദ്യം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ മറ്റഭിപ്രായങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഈ ഒരു അഭിപ്രായം ആരാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. കൃഷ്ണഗാഥയെ കുറിച്ചിട്ടുള്ള പണ്ഡിത അഭിപ്രായങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇത്തരത്തിൽ ഓരോ കൃതിയുമായി ബന്ധപ്പെട്ടിട്ട് പല പണ്ഡിതരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലപ്പോഴും പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഓരോ കൃതിയെ മുൻനിർത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു വരാറുണ്ട്. അപ്പൊ പലർക്കും ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പലപ്പോഴും അവരാണോ ഇവരാണോ ഇതാണോ ഏതാണോ എന്ന രീതിയിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ട് റിവിഷൻ നടത്തുക. അപ്പൊ കൃഷ്ണഗാഥ എന്നുള്ള ടോപ്പിക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു 10 മിനിറ്റ് മതി മുഴുവൻ നോട്ട് നമുക്ക് വായിച്ചു നോക്കാനായിട്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിവിഷൻ ചെയ്തു പോവുകയാണ് എങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കും. അല്ലാണ്ട് ഇപ്പൊ പഠിച്ച് ഇതോടെ വെച്ചു, ഇനി പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് എടുത്തു നോക്കി വായിക്കുകയാണ് വെച്ചെങ്കിൽ എന്തു ചെയ്യും? നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിശ്ചിതമായ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക എന്നുള്ളതാണ് ഇത് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. മറ്റൊരു വഴി എന്താ വെച്ചെങ്കിൽ ചില കോഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ചില വാക്കുകൾ അത് പറഞ്ഞ ആളുകളുമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. ഞാൻ ചെയ്യാറുള്ള ഒരു ട്രിക്ക് അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കൃഷ്ണഗാഥയെ പറ്റിയിട്ടുള്ള പണ്ഡിത അഭിപ്രായങ്ങൾ. കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്കു കീഴടങ്ങിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ചേലനാട്ട് അച്യുതമേനോനാണ്. പ്രദക്ഷിണം എന്ന കൃതിയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഒരു സെന്റൻസ് കൃഷ്ണഗാഥയെ പറ്റിയിട്ട് ചേലനാട്ട് അച്യുതമേനോൻ പ്രദക്ഷിണം എന്ന കൃതിയിലൂടെ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ്. ഇത് ഞാൻ എങ്ങനെ പഠിച്ചു എന്നറിയോ? കീഴടങ്ങിയത് അച്യുതമേനോൻ. ഞാൻ അതാണ് കോഡ് ഉണ്ടാക്കിയത്. കീഴടങ്ങിയത് അച്യുതമേനോനാണ്. അപ്പൊ കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ചേലനാട്ട് അച്യുതമേനോനാണ്. ഇനി അടുത്തത് ഉള്ളൂരിന്റെ അഭിപ്രായമാണ്. 2 അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇത് ഞാനൊരു കോഡ് വെച്ചിട്ട് തന്നെയാണോ പഠിച്ചത്. കോഡ് ഞാൻ ഉണ്ടാക്കുന്ന കോഡുകൾ വേറെ ഒന്നല്ല. നമുക്ക് പറഞ്ഞ അഭിപ്രായത്തിൽ ഒരു വാക്കും അത് ആരാണോ പറഞ്ഞത് അയാളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഞാൻ കൊടുക്കും. ഓക്കെ. കൃഷ്ണഗാഥയ്ക്കും ഭാരതഗാഥയ്ക്കും തമ്മിൽ ദിവാകര ബിംബത്തിനും ദിവാദീപത്തിനും തമ്മിലുള്ള അന്തരമാണുള്ളത്. കൃഷ്ണഗാഥയ്ക്കും ഭാരതഗാഥയ്ക്കും തമ്മിൽ ദിവാകര ബിംബത്തിനും ദിവാദീപത്തിനും തമ്മിലുള്ള അന്തരമാണ് ഉള്ളത്. ഇത് അഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ്. പിതാക്കന്മാർക്കേറ്റ പുത്രൻ
പുത്രന് യോജിച്ച പിതാക്കന്മാർ, അർത്ഥത്തിനൊത്ത ശബ്ദം, ശബ്ദത്തിനൊത്ത അർത്ഥം. ഇതാണ് കൃഷ്ണഗാഥ. ഇത് അഭിപ്രായപ്പെട്ടത്, ഈ രണ്ട് അഭിപ്രായങ്ങളും കൃഷ്ണഗാഥയെ മുൻനിർത്തി മുന്നോട്ട് വെച്ചത് ഉള്ളൂരാണ്. അപ്പൊ ആദ്യത്തേതിൽ ഞാൻ എന്താണ് ദിവാകര ബിംബം എന്നുള്ള ഒരു കോഡ് മാത്രം എടുത്തു. ദിവാകര ബിംബം ഉള്ളൂരിൻ്റെതാണ്. അപ്പൊ ഈ ദിവാകര ബിംബം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് കൃഷ്ണഗാഥയുമായിട്ട് ബന്ധപ്പെടുത്താനും ഉള്ളൂരായിട്ട് ബന്ധപ്പെടുത്താനും എനിക്ക് കഴിഞ്ഞു. കാരണം ഞാൻ അതിൽ മെമ്മറൈസ് ചെയ്ത് വെച്ച വാക്ക് ദിവാകര ബിംബം എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്? പുത്രന്മാർ പിതാക്കന്മാരാണ്. പിതാക്കന്മാർക്കേറ്റ പുത്രൻ, പുത്രന് യോജിച്ച പിതാക്കന്മാർ, അർത്ഥത്തിനൊത്ത ശബ്ദം, ശബ്ദത്തിനൊത്ത അർത്ഥം. അവിടെ ഒരു പ്രാസം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് ആരാണ്? ഉള്ളൂരാണ്. അപ്പൊ അത്തരത്തിൽ ഞാൻ തന്നെ സെൽഫായിട്ടൊരു കോഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇത് കോഡൊന്നല്ല, ഇതിനെക്കാട്ടും രസകരമായിട്ടുള്ള കോഡുകൾ നമുക്ക് ചില സമയത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ ഇത് പഠിക്കാനായിട്ട് ഞാൻ സ്വീകരിച്ചൊരു മാർഗം ഇതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചില വാക്കുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ചില കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ കോഡ് ഉണ്ടാക്കി പഠിക്കുകയാണ് വെച്ചെങ്കിൽ ഇത്തരത്തിലുള്ള പണ്ഡിത അഭിപ്രായങ്ങൾ എന്താണ് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ചേലനാട്ട് അച്യുതമേനോനാണ്. കൃഷ്ണഗാഥയ്ക്കും ഭാരതഗാഥയ്ക്കും തമ്മിൽ ദിവാകര ബിംബത്തിനും ദിവാദീപ്തത്തിനും തമ്മിലുള്ള അന്തരമുണ്ട് എന്നും പിതാക്കന്മാർക്കേറ്റ പുത്രന് യോജിച്ച പിതാക്കന്മാർ, അർത്ഥത്തിനൊത്ത ശബ്ദം, ശബ്ദത്തിനൊത്ത അർത്ഥം. ഇതാണ് കൃഷ്ണഗാഥ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉള്ളൂരാണ്. അപ്പൊ ഒരു വട്ടം ചോദ്യം വന്നത് ഇങ്ങനെയായിരുന്നു: ദിവാകര ബിംബത്തിനും ദിവാദീപ്തിക്കും തമ്മിലുള്ള പ്രകാശാന്തരം ഈ രണ്ട് കൃതികൾക്കും തമ്മിലുണ്ട് എന്ന് മഹാകവി ഉള്ളൂർ അഭിപ്രായപ്പെട്ടത് ഏത് കൃതികളെ കുറിച്ചിട്ടാണ്? അപ്പൊ എന്താണ്, ഉള്ളൂരിന്റെ ഒരു അനോട്ടേഷനെ തന്നെ ചോദ്യമാക്കിയിട്ട് തിരിച്ചിട്ടതാണ്. ദിവാകര ബിംബത്തിനും ദിവാദീപ്തിക്കും തമ്മിലുള്ള പ്രകാശാന്തരം ഈ രണ്ട് കൃതികൾക്കും തമ്മിലുണ്ട് എന്ന് മഹാകവി ഉള്ളൂർ അഭിപ്രായപ്പെട്ടത് ഏത് കൃതികളെ കുറിച്ചിട്ടാണ്? ഏത് കൃതികളെ കുറിച്ചിട്ടാണ്? കൃഷ്ണഗാഥയെയും ഭാരതഗാഥയെയും കുറിച്ചിട്ടാണ്. അപ്പോ നമുക്ക് പഠിക്കാനുള്ള എന്താണ് അനോട്ടേഷൻ എന്താണോ അല്ലെങ്കിൽ അഭിപ്രായം എന്താണോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മറ്റു അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് പോകാം. കൃഷ്ണഗാഥയെ കുറിച്ചിട്ടുള്ള പണ്ഡിത അഭിപ്രായങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇത്തരത്തിൽ ഓരോ കൃതിയുമായി ബന്ധപ്പെട്ടിട്ട് പല പണ്ഡിതരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലപ്പോഴും പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഓരോ കൃതിയെ മുൻനിർത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു വരാറുണ്ട്. അപ്പൊ പലർക്കും ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പലപ്പോഴും അവരാണോ ഇവരാണോ ഇതാണോ ഏതാണോ എന്ന രീതിയിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ: നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ട് റിവിഷൻ നടത്തുക. അപ്പൊ കൃഷ്ണഗാഥ എന്നുള്ള ടോപ്പിക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു 10 മിനിറ്റ് മതി മുഴുവൻ നോട്ട് നമുക്ക് വായിച്ചു നോക്കാനായിട്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിവിഷൻ ചെയ്തു പോവുകയാണ് എങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കും. അല്ലാണ്ട് ഇപ്പൊ പഠിച്ച് ഇതോടെ വെച്ചു, ഇനി പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് എടുത്തു നോക്കി വായിക്കുകയാണ് വെച്ചെങ്കിൽ എന്തു ചെയ്യും? നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിശ്ചിതമായ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക എന്നുള്ളതാണ് ഇത് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. മറ്റൊരു വഴി എന്താ വെച്ചെങ്കിൽ ചില കോഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് പഠിക്കുക. ചില വാക്കുകൾ അത് പറഞ്ഞ ആളുകളുമായിട്ട് എന്താണ് സാമ്യപ്പെടുത്തിയിട്ടൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. ഞാൻ ചെയ്യാറുള്ള ഒരു ട്രിക്ക് അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കൃഷ്ണഗാഥയെ പറ്റിയിട്ടുള്ള പണ്ഡിത അഭിപ്രായങ്ങൾ. കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ചേലനാട്ട് അച്യുതമേനോനാണ്. പ്രദക്ഷിണം എന്ന കൃതിയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഒരു സെന്റൻസ് കൃഷ്ണഗാഥയെ പറ്റിയിട്ട് ചേലനാട്ട് അച്യുതമേനോൻ പ്രദക്ഷിണം എന്ന കൃതിയിലൂടെ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ്. ഇത് ഞാൻ എങ്ങനെ പഠിച്ചു എന്നറിയോ? കീഴടങ്ങിയത് അച്യുതമേനോൻ. ഞാൻ അതാണ് കോഡ് ഉണ്ടാക്കിയത്. കീഴടങ്ങിയത് അച്യുതമേനോനാണ്. അപ്പൊ കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ചേലനാട്ട് അച്യുതമേനോനാണ്. ഇനി അടുത്തത് ഉള്ളൂരിന്റെ അഭിപ്രായമാണ്. 2 അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇത് ഞാനൊരു കോഡ് വെച്ചിട്ട് തന്നെയാണോ പഠിച്ചത്. കോഡ് ഞാൻ ഉണ്ടാക്കുന്ന കോഡുകൾ വേറെ ഒന്നല്ല, നമുക്ക് പറഞ്ഞ അഭിപ്രായത്തിൽ ഒരു വാക്കും അത് ആരാണോ പറഞ്ഞത് അയാളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഞാൻ കൊടുക്കും. ഓക്കെ. കൃഷ്ണഗാഥയ്ക്കും ഭാരതഗാഥയ്ക്കും തമ്മിൽ ദിവാകര ബിംബത്തിനും ദിവാദീപത്തിനും തമ്മിലുള്ള അന്തരമാണുള്ളത്. കൃഷ്ണഗാഥയ്ക്കും ഭാരതഗാഥയ്ക്കും തമ്മിൽ ദിവാകര ബിംബത്തിനും ദിവാദീപത്തിനും തമ്മിലുള്ള അന്തരമാണ് ഉള്ളത്. ഇത് അഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ്. പിതാക്കന്മാർക്കേറ്റ പുത്രന് യോജിച്ച പിതാക്കന്മാർ, അർത്ഥത്തിനൊത്ത ശബ്ദം, ശബ്ദത്തിനൊത്ത അർത്ഥം. ഇതാണ് കൃഷ്ണഗാഥ. ഇത് അഭിപ്രായപ്പെട്ടത്, ഈ 2 അഭിപ്രായങ്ങളും കൃഷ്ണഗാഥയെ മുൻനിർത്തി മുന്നോട്ട് വെച്ചത് ഉള്ളൂരാണ്. അപ്പൊ ആദ്യത്തേതിൽ ഞാൻ എന്താണ് ദിവാകര ബിംബം എന്നുള്ള ഒരു കോഡ് മാത്രം എടുത്തു. ദിവാകര ബിംബം ഉള്ളൂരിൻ്റെതാണ്.
അപ്പൊ ഈ ദിവാകര ബിംബം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് കൃഷ്ണഗാഥയുമായിട്ട് ബന്ധപ്പെടുത്താനും ഉള്ളൂരായിട്ട് ബന്ധപ്പെടുത്താനും എനിക്ക് കഴിഞ്ഞു. കാരണം ഞാൻ അതിൽ മെമ്മറൈസ് ചെയ്ത് വെച്ച വാക്ക് ദിവാകര ബിംബം എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്? പുത്രന്മാർ പിതാക്കന്മാരാണ്. പിതാക്കന്മാർക്കേറ്റ പുത്രൻ, പുത്രന് യോജിച്ച പിതാക്കന്മാർ, അർത്ഥത്തിനൊത്ത ശബ്ദം, ശബ്ദത്തിനൊത്ത അർത്ഥം. അവിടെ ഒരു പ്രാസം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് ആരാണ്? ഉള്ളൂരാണ്. അപ്പൊ അത്തരത്തിൽ ഞാൻ തന്നെ സെൽഫായിട്ടൊരു കോഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇത് കോഡൊന്നല്ല, ഇതിനെക്കാട്ടും രസകരമായിട്ടുള്ള കോഡുകൾ നമുക്ക് ചില സമയത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ ഇത് പഠിക്കാനായിട്ട് ഞാൻ സ്വീകരിച്ചൊരു മാർഗം ഇതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചില വാക്കുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ചില കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ കോഡ് ഉണ്ടാക്കി പഠിക്കുകയാണ് വെച്ചെങ്കിൽ ഇത്തരത്തിലുള്ള പണ്ഡിത അഭിപ്രായങ്ങൾ ഓർമ്മയിൽ നിൽക്കും. അപ്പൊ കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ചേലനാട്ട് അച്യുതമേനോനാണ്. കൃഷ്ണഗാഥയ്ക്കും ഭാരതഗാഥയ്ക്കും തമ്മിൽ ദിവാകര ബിംബത്തിനും ദിവാദീപ്തത്തിനും തമ്മിലുള്ള അന്തരമുണ്ട് എന്നും പിതാക്കന്മാർക്കേറ്റ പുത്രൻ, പുത്രന് യോജിച്ച പിതാക്കന്മാർ, അർത്ഥത്തിനൊത്ത ശബ്ദം, ശബ്ദത്തിനൊത്ത അർത്ഥം, ഇതാണ് കൃഷ്ണഗാഥ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉള്ളൂരാണ്. അപ്പൊ ഒരു വട്ടം ചോദ്യം വന്നത് ഇങ്ങനെയായിരുന്നു: ദിവാകര ബിംബത്തിനും ദിവാദീപ്തിക്കും തമ്മിലുള്ള പ്രകാശാന്തരം ഈ രണ്ട് കൃതികൾക്കും തമ്മിലുണ്ട് എന്ന് മഹാകവി ഉള്ളൂർ അഭിപ്രായപ്പെട്ടത് ഏത് കൃതികളെ കുറിച്ചിട്ടാണ്? അപ്പൊ എന്താണ്? ഉള്ളൂരിന്റെ ഒരു അനോട്ടേഷനെ തന്നെ ചോദ്യമാക്കിയിട്ട് തിരിച്ചിട്ടതാണ്. ദിവാകര ബിംബത്തിനും ദിവാദീപ്തിക്കും തമ്മിലുള്ള പ്രകാശാന്തരം ഈ രണ്ട് കൃതികൾക്കും തമ്മിലുണ്ട് എന്ന് മഹാകവി ഉള്ളൂർ അഭിപ്രായപ്പെട്ടത് ഏത് കൃതികളെ കുറിച്ചിട്ടാണ്? ഏത് കൃതികളെ കുറിച്ചിട്ടാണ്? കൃഷ്ണഗാഥയെയും ഭാരതഗാഥയെയും കുറിച്ചിട്ടാണ്. അപ്പോ നമുക്ക് പഠിക്കാനുള്ള അനോട്ടേഷൻ എന്താണോ അല്ലെങ്കിൽ അഭിപ്രായം എന്താണോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മറ്റു അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് പോകാം. ഡി പത്മനാഭനുണ്ണി കൃഷ്ണഗാഥയെ മുൻനിർത്തിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ ക്രോഡീകരിക്കുന്നത്. അപ്പൊ പല ചോദ്യപേപ്പറുകളിലും പല രീതിയിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ് ഡി പത്മനാഭനുണ്ണിയുടെ അഭിപ്രായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ കൃഷ്ണഗാഥയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവയെല്ലാം തന്നെ ഒരുമിച്ച് ക്രോഡീകരിച്ചത്. ശുദ്ധ മലയാള ഭാഷയിൽ ഇദം പ്രഥമമായി സംജാതമായ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. സമുദ്രത്തിൽ നിന്നുയർന്ന് കേരള ഭൂമിയിൽ അധിവസിക്കുന്ന സഹൃദയരെ അമൃതസരസിൽ ആറാടിക്കുന്നതിന് പര്യാപ്തമായ ഏറ്റവും പുരാതനമായ മലയാള ഗ്രന്ഥമാണ് കൃഷ്ണഗാഥ എന്നും ആരഭിപ്രായപ്പെടുന്നു? ഡി പത്മനാഭനുണ്ണി അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ശുദ്ധ മലയാള ഭാഷയിൽ ഇദം പ്രഥമമായി സംജാതമായ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ഇദം പ്രഥമമായി എന്നതിന്റെ അർത്ഥം എന്താണ്? ആദ്യമായി എന്നാണ് അല്ലെ? അപ്പൊ ശുദ്ധ മലയാള ഭാഷയിൽ ഇദം പ്രഥമമായി ആദ്യമായിട്ട് സംജാതമായ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ എന്ന് അഭിപ്രായപ്പെട്ടത് ഡി പത്മനാഭനുണ്ണിയാണ്. കാവ്യത്തിൽ ആകമാനം വ്യാപിച്ച് ഉന്മേഷം നൽകുന്ന ഒരു സിരയാണ് കൃഷ്ണഗാഥയിലെ ഫലിതം. അപ്പൊ കൃഷ്ണഗാഥയിലെ ഫലിതത്തെയാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ കാവ്യത്തിൽ ആകമാനം വ്യാപിച്ച് വായിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും എല്ലാം ഒരു ഉന്മേഷം നൽകുന്ന ഒരു സിരയാണ് കൃഷ്ണഗാഥയിലെ ഫലിതം എന്നാണ് ഡി പത്മനാഭനുണ്ണി അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത വളരെ ലളിതമായ വാക്കുകളിലുള്ള അഭിപ്രായമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? ഡി പത്മനാഭനുണ്ണി മുന്നോട്ട് വെക്കുന്നത്. അടുത്തത് നോക്കൂ, പ്രൊഫസർ എരുമേലി പരമേശ്വരൻപിള്ള. അപ്പൊ എരുമേലി പരമേശ്വരൻപിള്ള നമുക്ക് എല്ലാവർക്കും പരിചിതനാണ് അല്ലെ? അദ്ദേഹത്തിന്റെ സാഹിത്യ ചരിത്രത്തിന്റെ പേരെന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന്റെ സാഹിത്യ ചരിത്രത്തിന്റെ പേരെന്താണെന്ന്? മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ. അപ്പൊ എരുമേലി പരമേശ്വരൻപിള്ള കൃഷ്ണഗാഥയെ മുൻനിർത്തിയിട്ട് മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം. ലാളിത്യവും മാധുര്യവുമുള്ള പദങ്ങൾ ഒരുമിച്ച് ചേർത്ത് ആർജവവും ചൈതന്യവുമുള്ള ഭാഷാ ശൈലിയാണ് കൃഷ്ണഗാഥയിൽ കാണുന്നത്. മണ്ണിന്റെ വീര്യവും സൗന്ദര്യവും നിറഞ്ഞ ഗ്രാമീണ പദങ്ങൾക്ക് കാവ്യത്തിലൂടെ നിത്യ നൂതനത്വം നൽകാൻ ചെറുശ്ശേരി തയ്യാറായി. അപ്പൊ കൃഷ്ണഗാഥയുടെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഈ പോയിന്റുകളെല്ലാം തന്നെ നോക്കിയതാണ്. അപ്പോൾ കൃഷ്ണഗാഥയുടെ ഭാഷയെ പറ്റിയിട്ട് മുന്നോട്ട് വെച്ചൊരു അഭിപ്രായമാണ് ആദ്യത്തേത്. രണ്ടാമത്തെ അഭിപ്രായം നോക്കൂ, തട്ടിയും മുട്ടിയും ഇടയ്ക്കിടെ പൊട്ടിച്ചിരിച്ച് മുഴുകിപ്പോകുന്ന ഒരു കാട്ടരുവയാണ് മണിപ്രവാള ഭാഷയെങ്കിൽ ശാലീനമായ ഗ്രാമത്തിലൂടെ മണൽ പരപ്പിനു കുളിർമ പകർന്ന് ഒഴുകി നീങ്ങുന്ന ശരത്കാല തടിനിയാണ് കൃഷ്ണഗാഥയിലെ ഭാഷ എന്നാണ് എരുമേലി പരമേശ്വരൻപിള്ള അഭിപ്രായപ്പെടുന്നത്. അപ്പൊ എരുമേലി മുന്നോട്ട് വെച്ച രണ്ടഭിപ്രായവും കൃഷ്ണഗാഥയിലെ ഭാഷയെ മുൻനിർത്തിയായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 നിർവചനങ്ങൾ നമുക്ക് നോക്കാം. ഭാഷാ പരിണാമത്തിലെ സുപ്രധാനമായ തിരിക്കുറ്റിയാണ് കൃഷ്ണഗാഥ. അപ്പൊ ഞാൻ കയറി പിടിച്ചത് ആ തിരിക്കുറ്റി എന്നുള്ള വാക്കുമ്മയാണ് കേട്ടോ. ഇത് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായരാണ്.
ഭാഷാ പരിണാമത്തിലെ സുപ്രധാനമായ തിരിക്കുറ്റിയാണ് കൃഷ്ണഗാഥ. അതായത് അവിടെ നിന്ന് പിന്നെ ഭാഷയ്ക്ക് എന്താണ് ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത് തിരിക്കുറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അടുത്തത് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായമാണ്. നമ്പൂതിരിമാർ ഉപയോഗിച്ച് ഭാഷാ മിശ്രം ലളിതമായി പരിണമിച്ചതിന്റെ ആനുകാലിക രൂപമാണ് കൃഷ്ണഗാഥയിലെ ഭാഷ എന്നാണ് ഇളംകുളം കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നത്. നമ്പൂതിരിമാർ ഉപയോഗിച്ച് ഭാഷാ മിശ്രം മലയാളമായിട്ട് പരിണമിച്ചതിന്റെ ആനുകാലിക രൂപമാണ് കൃഷ്ണഗാഥയിലെ ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. അടുത്തത് നോക്കൂ, കൃഷ്ണഗാഥ 15-ാം നൂറ്റാണ്ടിലുണ്ടായ കൃതിയല്ല. അതിലെ നാണയം, പറങ്കിപ്പുണ്ണ്, കോമപ്പാട്ട് മുതലായ പ്രയോഗങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള അംശങ്ങൾ ആരായുമ്പോൾ കൃഷ്ണഗാഥ കുറച്ച് അർവാചീനമാണ്. ഇത് അഭിപ്രായപ്പെട്ടത് MGS നാരായണനാണ്. അപ്പൊ MGS നാരായണൻ ഒരു ചരിത്രാന്വേഷകനാണ്, ഒരു ചരിത്രകാരനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അദ്ദേഹം അതിലെ കൃഷ്ണഗാഥയിൽ കണ്ടുവരുന്ന ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ കൃഷ്ണഗാഥയിലെ നാണയം ഏതായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഏതായിരുന്നു അത്? താരമായിരുന്നു അല്ലെ. അപ്പൊ താരം എന്നുള്ള പദം അല്ല, കൃഷ്ണഗാഥയിൽ പരാമർശമാകുന്ന നാണയം അതായത് താരമാണ്. അതുപോലെ തന്നെ പറങ്കിപ്പുണ്ണ് എന്ന് പറയുന്നത് എന്താണ്? വൈദേശിക ആധിപത്യത്തിന് ശേഷമായിരിക്കണം ഈ ഒരു അസുഖം ഇവിടെ പ്രചരിച്ചിട്ടുണ്ടാവുക. പറങ്കിപ്പുണ്ണ്, കോമപ്പാട്ട് മുതലായ പ്രയോഗങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള അംശങ്ങൾ ആരായപ്പോൾ കൃഷ്ണഗാഥ കുറച്ച് അർവാചീനമാണ് എന്നാണ് MGS നാരായണൻ അഭിപ്രായപ്പെടുന്നത്. അടുത്തത് പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായരുടെ ആണ്. മലയാള സമ്പൂർണ്ണ സാഹിത്യ ചരിത്രമൊക്കെ രചിച്ച പന്മന രാമചന്ദ്രൻ നായർ കൃഷ്ണഗാഥയെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 15-ാം നൂറ്റാണ്ടിലെ ഈ മഹാകാവ്യം കനത്ത കാര്യം നനുത്ത വാക്കിൽ പകർത്തിയ ലളിതവും സരളവും അർത്ഥഗർഭവുമായ രചനയാണ്. കനത്ത കാര്യം നനുത്ത വാക്കിൽ പകർത്തിയ ലളിതവും സരളവും അർത്ഥഗർഭവുമായ രചനയാണ് ഏത്? കൃഷ്ണഗാഥ മഹാകാവ്യം എന്നാണ് പന്മന രാമചന്ദ്രൻ നായർ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 നിർവചനങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓരോന്നും കൃത്യമായി നോട്ട് എഴുതി പഠിക്കേണ്ടതാണ്. അടുത്ത അഭിപ്രായം നോക്കാം. PK പരമേശ്വരൻ നായർ മുന്നോട്ട് വെച്ചൊരു അഭിപ്രായമാണ്. അക്ലിഷ്ട കോമളമായ രചനാ വൈഭവം തന്നെയാണ് കൃഷ്ണഗാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം. സരളവും ഋജുവുമായ ആ ഭാഷാ ശൈലിയിൽ അവ്യക്തതയുടെ ലാഞ്ചന പോലുമില്ല. ആധുനികതയുടെ ലക്ഷണങ്ങൾ മലയാള കവിതയിൽ ആദ്യം സ്ഫുരിപ്പിച്ചതും അദ്ദേഹമാണ്. ആരാണ്? ചെറുശ്ശേരിയാണ് എന്നുള്ള അഭിപ്രായമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? PK പരമേശ്വരൻ നായരെ മുന്നോട്ട് വെക്കുന്നത്. അക്ലിഷ്ട കോമളമായ രചനാവൈഭവം. അപ്പൊ ഈ അക്ലിഷ്ട കോമളം എന്ന് അഭിപ്രായപ്പെട്ടത് PK പരമേശ്വരൻ നായരാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ലിങ്ക് ആ ഒരു അഭിപ്രായവും അത് എഴുതിയ ആളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു രചനാ വൈഭവം തന്നെയാണ്, അതായത് ക്ലിഷ്ടതയൊന്നുമില്ലാത്ത കോമളമായിട്ടുള്ള രചനാ വൈഭവം തന്നെയാണ് കൃഷ്ണഗാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം എന്ന് പറയുന്നത്. വളരെ സരളവും ഋജുവുമായിട്ടുള്ള ഒരു ഭാഷാ ശൈലിയാണ് ഏതിന്റെ? കൃഷ്ണഗാഥയുടെ. അതിലെ അവ്യക്തമായിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അവ്യക്തതയുടെ ലാഞ്ചന പോലും ഇല്ല. ആധുനികതയുടെ ലക്ഷണങ്ങൾ മലയാള കവിതയിൽ ആദ്യം സ്ഫുരിപ്പിച്ചതും കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിയാണ് എന്നാണ് PK പരമേശ്വരൻ നായരെ അഭിപ്രായപ്പെടുന്നത്. പ്രൗഢമണിപ്രവാള കാലത്താണ് ജീവിച്ചതെങ്കിലും ചെറുശ്ശേരി എഴുതിയത് ഒരു ജനകീയ കാവ്യമാണ്. എളിയ ഭാഷ, എളിയവരുടെ ജീവിതം, ഉത്തര കേരളത്തിന്റെ നാടൻ ശൈലി ഇവയെല്ലാം കൃഷ്ണഗാഥയിൽ കാണാം. TP ബാലകൃഷ്ണൻ നായരുടെ അഭിപ്രായമാണിത്. പ്രൗഢമണിപ്രവാള കാലത്താണ് ജീവിച്ചതെങ്കിലും ചെറുശ്ശേരി എഴുതിയത് ഒരു ജനകീയ മഹാകാവ്യമാണ്. എളിയ ഭാഷ, എളിയവരുടെ ജീവിതം, ഉത്തര കേരളത്തിന്റെ നാടൻ ശൈലി ഇവയെല്ലാം കൃഷ്ണഗാഥയിൽ കാണാം. TP ബാലകൃഷ്ണൻ നായർ. പ്രത്യേകിച്ച് വിശദീകരണം ഒന്നും ആവശ്യമില്ലാത്ത ലളിതമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അടുത്ത 2 പോയിന്റ് നമുക്ക് നോക്കാം. കൃഷ്ണഗാഥയുടെ ഭാഷാശില്പം മണിപ്രവാളം, പാട്ട്, നാടൻ പാട്ട് എന്നീ 3 സാഹിത്യധാരകളുടെയും സംയോജനത്തിൽ നിന്ന് ഉയർക്കൊണ്ട നൂതനമായൊരു രൂപ സംവിധാനമാകുന്നു. ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. കൃഷ്ണഗാഥയുടെ ഭാഷാശില്പം എന്ന് പറയുന്നത് മണിപ്രവാളത്തിൽ നിന്നും, പാട്ടിൽ നിന്നും, നാടൻ പാട്ടിൽ നിന്നും ഈ 3 സാഹിത്യധാരകളുടെയും സംയോജനത്തിൽ നിന്ന് ഉയർക്കൊണ്ടിട്ടുള്ള ഒന്നാണ്, ഒരു രൂപ സംവിധാനമാണ് എന്നാണ് ചാത്തനാത്ത് അച്യുതനുണ്ണി അഭിപ്രായപ്പെടുന്നത്. അടുത്ത അഭിപ്രായം നോക്കൂ, ഡോക്ടർ ടി ഭാസ്കരന്റെയാണ്. അപ്പൊ ഡോക്ടർ ടി ഭാസ്കരൻ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന്റെ പേരെന്താണ്, ഗവേഷണ പ്രബന്ധത്തിന്റെ പേരെന്താണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഓർമ്മയില്ലാത്തവർക്ക് ഒന്നത് എടുത്ത് വീണ്ടും റിവൈസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഭക്തിഭാവമോ ശൃംഗാരമോ അല്ല കൃഷ്ണഗാഥയിലെ പ്രധാന രസം. ഭക്തി ശൃംഗാരാദികൾ ശക്തിയായി ഒഴുകിച്ചെന്ന് നിശ്ലേഷം വിലയം പ്രാപിക്കുന്ന ഏകാന്തവും അദ്വയവുമായ ശാന്തരസമാകുന്നു. ഡോക്ടർ ടി
ഭാസ്കരൻ നായരാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണഗാഥയെ മുൻനിർത്തി നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത അഭിപ്രായങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്റെ വീട് വളരെ റോഡിന്റെ സൈഡിലാണ്, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി പോകുന്ന സൗണ്ട് ഒക്കെ കേൾക്കാം, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹൈവേയിലാണ് വീട്, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നത്. വണ്ടികൾ പോവാതിരിക്കുന്ന ഒരു സമയമില്ലല്ലോ, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഹോണടികളൊക്കെ കേൾക്കുന്നത്. ആർക്കും ബുദ്ധിമുട്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പണ്ഡിതാഭിപ്രായം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അതെന്തായിരുന്നു? കാവ്യാദർശത്തിൽ ദണ്ഡി നൽകുന്ന മഹാകാവ്യ ലക്ഷണം ഒപ്പിച്ചെഴുതപ്പെട്ട ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. അത് ആരുടെ അഭിപ്രായമാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും. ആരുടെ അഭിപ്രായമാണ്? ഡോക്ടർ എം ലീലാവതിയുടെ അഭിപ്രായമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറ്റ് 2 ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കിയാലോ? ഏതെങ്കിലും 2 ചോദ്യങ്ങളല്ല കേട്ടോ, മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്പൂതിരിമാർ ഉപയോഗിച്ച് ഭാഷാമിശ്രം മലയാളമായി പരിണമിച്ചതിന്റെ ആനുകാലിക രൂപമാണ് കൃഷ്ണഗാഥ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇളംകുളം കുഞ്ഞൻപിള്ള, ടി ഭാസ്കരൻ നായര്, പന്മന രാമചന്ദ്രൻ നായര്, എം ലീലാവതി. അപ്പൊ ഭാഷാമിശ്രം എന്നതിൽ നിന്ന് തന്നെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും ആരുടെ അഭിപ്രായമാണ് എന്ന്. ആരുടെ അഭിപ്രായമാണ്? ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. നമ്പൂതിരിമാർ ഉപയോഗിച്ച ഭാഷാമിശ്രം മലയാളമായി പരിണമിച്ചതിന്റെ ആനുകാലിക രൂപമാണ് കൃഷ്ണഗാഥയിലെ ഭാഷ. ഇത് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. മറ്റൊരു ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം നോക്കാം. സംസ്കൃത സാഹിത്യത്തിൽ രഘുവംശത്തിനുള്ള സ്ഥാനം ഭാഷയിൽ കൃഷ്ണഗാഥയ്ക്ക് കൽപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഡി പത്മനാഭനുണ്ണി, ഓപ്ഷൻ ബി ഉള്ളൂർ, ഓപ്ഷൻ സി പന്മന രാമചന്ദ്രൻ നായർ, ഓപ്ഷൻ ഡി വടക്കുംകൂർ രാജരാജവർമ്മ. സംസ്കൃത സാഹിത്യത്തിൽ എപ്രകാരമാണോ രഘുവംശം പ്രാധാന്യം അറിയിക്കുന്നത് അതേ സ്ഥാനം തന്നെ മലയാള ഭാഷയിൽ കൃഷ്ണഗാഥയ്ക്കുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നതാണ് ചോദ്യം. ആരാണ്? എല്ലാവരും കൃത്യമായിട്ട് ചോദ്യം വായിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കേണ്ടതാണ്. ഓപ്ഷൻ ഡി വടക്കുംകൂർ രാജരാജവർമ്മയാണ് അല്ലെ? അപ്പൊ സംസ്കൃത സാഹിത്യത്തിൽ രഘുവംശത്തിനുള്ള സ്ഥാനം ഭാഷയിൽ കൃഷ്ണഗാഥയ്ക്ക് കൽപ്പിച്ചത് വടക്കുംകൂർ രാജരാജവർമ്മയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.